ഓക്കെ. അപ്പോ നമുക്കിപ്പോ ലിസ്റ്റ് ആൻഡ് മാപ്സ് അതിന്റെ ഓപ്പറേഷൻസ് പഠിക്കാം. സോ ഡാർട്ടിൽ നമുക്ക് ഒരു ലിസ്റ്റ് ഓഫ് വാല്യൂസ് സ്റ്റോർ ചെയ്യണമെങ്കിൽ നമുക്ക് ഇറ്റ്സ് കൈൻഡ് ഓഫ് അറേ, ലൈക്ക് നമുക്ക് ലിസ്റ്റ് ടൈപ്പ് ആയിട്ട് യൂസ് ചെയ്യാം. സോ നമുക്ക് ഇൻ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ ഫസ്റ്റ് ഒരു ലിസ്റ്റ് നമുക്ക് എഴുതണമെങ്കിൽ അതിന് ഫസ്റ്റ് നമ്മൾ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്ന പോലെ ഒരു ടൈപ്പ് നമ്മൾ കൊടുക്കണം. അതാണ് ലിസ്റ്റ്. ഓക്കെ. ഇനി ഈ ലിസ്റ്റിൽ ഏത് ടൈപ്പാണ് വരണം. ഇപ്പൊ നമ്മൾ ഒരു ലിസ്റ്റ് ഓഫ് സ്ട്രിങ് ആണ് കൊടുക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ലിസ്റ്റ് ഓഫ് ഇൻറ്റീജേഴ്സ് ആണ്, അല്ലെങ്കിൽ നമുക്കെല്ലാം മിക്സ്ഡ് ആയിട്ടാണ് വരണമെങ്കിൽ ഡൈനാമിക് കൊടുക്കാം നമുക്ക്. ഓക്കെ. നമ്മളിപ്പോൾ ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ ഡൈനാമിക് ആവും അത്. സോ നമുക്ക് ജസ്റ്റ് ഫ്രൂട്ട്സ് ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞ ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സംഭവം ഇപ്പോൾ ഡൈനാമിക് ആണ്. നമുക്ക് നെയിംസ് ആണ് വേണ്ടത്. അപ്പോൾ നെയിംസ് കോമൺലി വരുന്നത് സ്ട്രിങ്സിലായിരിക്കും. അപ്പോൾ നമ്മൾ ഇത് സ്ട്രിങ് ആയിട്ട് കൊടുക്കുകയാണ്. ലിസ്റ്റ് ഓഫ് സ്ട്രിങ്സ് ഇത് മീൻ ചെയ്യുന്നത് നമ്മുടെ ഈ ഫ്രൂട്ട്സ് എന്ന് പറയുന്ന ലിസ്റ്റിനുള്ളിൽ ഒരു ലിസ്റ്റ് ഓഫ് സ്ട്രിങ്സ് എന്ന് പറയാം വാല്യൂസ് ആയിരിക്കും സ്റ്റോർ ആവാൻ പോകുന്നത്. ഓക്കെ. നമ്മളതിൽ ഇൻറ്റീജർ കൊടുക്കാൻ പറ്റില്ല, വേറെ ഒന്നും കൊടുക്കുക, ലിസ്റ്റ് ഓഫ് സ്ട്രിങ്സ് ആയിരിക്കും. സോ ഞാൻ ഇപ്പോൾ ഇൻറ്റീജർ കൊടുത്ത് എനിക്ക് അവിടെ എറർ ആയിരിക്കും വരുന്നത്. ദ എലമെന്റ് ടൈപ്പ് ഇൻ ക്യാൻ ബി അസൈൻ ടു ദ ടൈപ്പ് ഓഫ് സ്ട്രിങ്, ലിസ്റ്റ് ടൈപ്പ് ഓഫ് സ്ട്രിങ്. സോ നമുക്ക് കുറച്ച് ഫ്രൂട്ട്സിന്റെ നെയിംസ് കൊടുക്കാം സ്ട്രിങ്ങിൽ. ആപ്പിള്, ബനാന, ജസ്റ്റ് ഓരോ വാല്യൂസ് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്ന കോമ വെച്ചിട്ടാണ്. ഓക്കെ. സോ നെക്സ്റ്റ് വാല്യൂ നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ കോമ വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ട് മാംഗോ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. സോ നമുക്കിതൊന്ന് പ്രിന്റ് ചെയ്യിച്ച് നോക്കാം എന്താണ് വരുന്നതെന്ന്. ഫ്രൂട്ട്സ് എന്ന് പറയുന്ന വേരിയബിള് നമുക്കൊന്ന് പ്രിന്റ് ചെയ്യിച്ച് നോക്കാം. ഓക്കെ. നമ്മുടെ വാല്യൂസ് അവിടെ പ്രിന്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഓരോ വാല്യൂ ആയിട്ട് പിക്ക് ചെയ്തെടുക്കണം. ഓക്കെ. സോ ഓരോ വാല്യൂ ആയിട്ട് പിക്ക് ചെയ്തെടുക്കണമെങ്കിൽ നമുക്ക് ഓരോ ഇൻഡെക്സ് ഉണ്ട് നമ്മുടെ ഈ ലിസ്റ്റിന്. ഇൻഡെക്സ് എന്ന് വെച്ചാൽ അതിന്റെ പൊസിഷൻ, ആ വാല്യൂ എവിടാണ് അതാണ് അതിന്റെ ഇൻഡെക്സ്. ആ പൊസിഷന് നമ്മൾ മെൻഷൻ ചെയ്യുന്നതാണ് ഇൻഡെക്സ് എന്ന് വെച്ചിട്ട്. സോ ഫസ്റ്റ് വാല്യൂ സീറോത്തിന്റെ, നമ്മൾ ലിസ്റ്റ് അറേ എപ്പോഴും സീറോയിൽ ഇരുന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഇത് സീറോത്ത് ഇൻഡെക്സിൽ, ഇത് ഫസ്റ്റ് ഇൻഡെക്സിൽ, സെക്കൻഡ് ഇൻഡെക്സിൽ. ഓക്കെ. നമുക്കിപ്പോ സീറോ പ്രിന്റ് ചെയ്യിച്ച് നോക്കാം. സോ നമുക്കിപ്പോ ഫസ്റ്റ് വാല്യൂ എടുക്കണമെങ്കിൽ നമ്മുടെ ആ ലിസ്റ്റിന്റെ വേരിയബിള് ഇത് ബ്രാക്കറ്റിനുള്ളിൽ നമ്മൾ സീറോ എന്ന് കൊടുത്തിട്ടുണ്ട്. ഏത് ഇൻഡെക്സ് ആണ് ആക്സസ് ചെയ്യേണ്ടത് ആ വാല്യൂ നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ഒന്ന് റൺ ചെയ്യിച്ച് നോക്കാം. ഓക്കെ. നമുക്ക് ആപ്പിൾ എന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ. ഇങ്ങനെയാണ് നമ്മൾ ലിസ്റ്റിലിരുന്ന് ഓരോ വാല്യൂസ് ആയിട്ട് നമ്മൾ എടുക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് ഇവിടെ 1 എന്ന് കൊടുത്താൽ നമ്മുടെ നെക്സ്റ്റ് വാല്യൂ ആയിരിക്കും പ്രിന്റ് ആവുന്നത്. 2 എന്ന് കൊടുത്താൽ നെക്സ്റ്റ് വാല്യൂ പ്രിന്റ് ആവും. കണ്ടോ? നമ്മളിപ്പോ ഇതില് 3 എന്ന് പറയുന്ന ഇൻഡെക്സ് ഇല്ല ലിസ്റ്റില്. നമ്മൾ ആ ടൈമിൽ കോൾ ചെയ്യാൻ നോക്കുമ്പോൾ നമുക്ക് എറർ ആയിരിക്കും വരുന്നത്. കാരണം നമ്മുടെ കയ്യിൽ 3 ഇല്ല. നമ്മുടെ ലെസ്സർ ദാൻ 3 ആയിരിക്കണം. നമ്മൾ ആ ലെങ്ത് വെച്ചിട്ട് അതിനെക്കാട്ടിലും കുറവായിരിക്കണം നമ്മൾ കോൾ ചെയ്യേണ്ടത്, ഇൻഡെക്സ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ. സോ നമുക്കിപ്പോ നമ്മൾ ഓൾറെഡി ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ലിസ്റ്റിലേക്ക് ഒരു വാല്യൂവും കൂടെ നമുക്ക് ആഡ് ചെയ്യണം. ഓക്കെ. നമ്മൾ പ്രോഗ്രാമിങ് നമ്മുടെ ആ പ്രോഗ്രാമിൽ
ഏതേലും ഒരു സ്റ്റെപ്പിൽ നമുക്കൊരു വാല്യൂ എക്സ്ട്രാ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ വാല്യൂ വേരിയബിൾ കോൾ ചെയ്തിട്ട് ഡോട്ട് ആഡ് ആഡ് കൊടുത്തിട്ട് നമ്മൾ സെയിം ടൈപ്പ് നമ്മളിവിടെ ലിസ്റ്റിന്റെ എന്ത് ടൈപ്പാണോ കൊടുത്തിരിക്കുന്നത് ആ സെയിം ടൈപ്പ് വാല്യൂ നമ്മൾ ഇവിടെ പാസ് ചെയ്യുക. ഓക്കെ, നമ്മളിപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ താഴെ നമുക്ക് പ്രിന്റ് ചെയ്യിച്ച് നോക്കണം. ഓക്കെ, ഇപ്പൊ നമുക്ക് കാണാം നമ്മുടെ ഈ ഓറഞ്ച് ഇതിൽ ആഡ് ആയിട്ടുണ്ട്. ഓക്കെ, നമുക്കിപ്പോ ഒരു വാല്യൂ റിമൂവ് ചെയ്യണം. ഇപ്പൊ നമ്മൾ ആഡ് ചെയ്തിരുന്നതുകൊണ്ട് നമുക്ക് നെക്സ്റ്റ് ഒരു വാല്യൂ ഇപ്പൊ റിമൂവ് ചെയ്യണം. റിമൂവ് ചെയ്യണമെങ്കിൽ നമ്മളിപ്പോ ആഡ് കൊടുത്തില്ല, അവിടെ റിമൂവ് എന്ന് കോൾ ചെയ്താൽ മതി. ആ വേരിയബിൾ ലിസ്റ്റിന്റെ ആ വേരിയബിൾ നെയിം ആ റിമൂവ് ഏത് ഓപ്പറേഷൻ ആണോ നമുക്ക് പെർഫോം ചെയ്യുന്നത് ആഡ് റിമൂവ് ആ വാല്യൂ നമ്മൾ കൊടുക്കാം. ഇത്തവണ നമുക്ക് ബനാന റിമൂവ് ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഇവിടെ നമ്മൾ ഫ്രൂട്ട്സിൽ ഈ 3 വാല്യൂസ് ഉണ്ട്, അതിൻ്റെ ഇടയ്ക്ക് ഓറഞ്ച് ആഡ് ആകും. സോ നമ്മൾ ഈ ആഡ് കൊടുത്താൽ ആ ലിസ്റ്റിന്റെ ലാസ്റ്റ് ആഡ് ആവും. ഓക്കെ, സോ റിമൂവ് കൊടുത്താൽ ഏത് വാല്യൂ ആണോ കൊടുക്കുന്നത് ആ വാല്യൂ റിമൂവ് ആവും. ഓക്കെ, ഇപ്പൊ നമുക്ക് കാണാം ആപ്പിള് മാംഗോ ഓറഞ്ച് നമ്മുടെ ബനാന റിമൂവ് ആയിട്ടുണ്ട്. നമുക്കിനി ഇങ്ങനെ ഇങ്ങനെ വാല്യൂ വെച്ചിട്ട് റിമൂവ് വേണ്ട, നമുക്ക് ഇൻഡെക്സ് വെച്ചിട്ട് റിമൂവ് ചെയ്യണം. ഓക്കെ, സോ ഇൻഡെക്സ് വെച്ചിട്ട് റിമൂവ് ചെയ്യണമെങ്കിൽ റിമൂവ് അറ്റ് എന്ന് പറയുന്ന ഒരിതുണ്ട്. ഓക്കെ, സോ റിമൂവ് അറ്റ് എന്ന് പറയുന്ന ഓപ്പറേഷൻ നമ്മൾ പെർഫോം ചെയ്താൽ മതി. സോ റിമൂവ് അറ്റിൽ 0 1 2 ഇത് 3യിലായിരിക്കും ആടാൻ പോകുന്നത്. ഓക്കെ, സോ നമ്മൾ 0th പൊസിഷനിൽ ആപ്പിൾ റിമൂവ് ചെയ്യുകയാണ്. ഓക്കെ, ഇപ്പൊ നമുക്ക് ബനാന മാംഗോ ഓറഞ്ച് ഓറഞ്ച് മാത്രമേ ഉള്ളൂ. നമുക്കിനി റിമൂവ് ഇൻഡെക്സ് വെച്ചിട്ട് പറഞ്ഞല്ലോ, ഇനി നമുക്ക് ആഡ് എനിക്കിപ്പോ ഫസ്റ്റ് പൊസിഷനിൽ ആഡ് ആക്കണം. ഓക്കെ, ആ ഒരു ടൈമിൽ ആഡ് അറ്റ് ഓക്കെ, ആഡ് ഇല്ല ഇൻസേർട്ട് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. നമ്മൾ ഒരു വാല്യൂ ഇൻസേർട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, സോ എനിക്ക് അതിന്റെ പൊസിഷൻ എവിടാണ് ഇൻസേർട്ട് ചെയ്യേണ്ടത് ആ വാല്യൂ ഓക്കെ, ഇവിടെ ഇപ്പോൾ ഓറഞ്ച് 0th പൊസിഷനിൽ ആഡ് ആയിട്ടുണ്ട്. നമ്മൾ മുമ്പ് ജസ്റ്റ് ആഡ് കോൾ ചെയ്യുമ്പോൾ ലാസ്റ്റ് ഇൻഡെക്സിലായിരുന്നു ആഡ് ആയിക്കൊണ്ടിരുന്നത്. ഇപ്പോ അത് ഫസ്റ്റ് പൊസിഷനിൽ ആഡ് ആവുന്നുണ്ട്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ലിസ്റ്റിന്റെ ഓപ്പറേഷൻസ് വരുന്നത്. സോ നമുക്കിപ്പോ ഈ ലിസ്റ്റിൽ എത്ര വാല്യൂസ് ഉണ്ടെന്ന് പ്രിന്റ് ചെയ്യണം. സോ ലിസ്റ്റ് ഡോട്ട് ലെങ്ത് ലിസ്റ്റ് ഡോട്ട് ലെങ്ത് കോൾ ചെയ്താൽ നമുക്ക് ആ ലിസ്റ്റിൽ എത്ര എലമെന്റ്സ് ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും. എത്ര വാല്യൂസ് ഉണ്ട്, 4 വാല്യൂസ്. ഓക്കെ, 1 2 3 ഇതും കൂടെ ചേർത്ത് 4. നമുക്കിപ്പോൾ ഇത് കമന്റ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ 3 എലമെന്റ്സ് വന്നിട്ടുണ്ട്. സോ ഇതാണ് ഒരു ലിസ്റ്റ് ഓഫ് ഓപ്പറേഷൻസ് നമുക്ക് വരുന്നത്.
ഇനി ലിസ്റ്റിനെ പോലെ തന്നെ സെയിം നമുക്ക് ഇപ്പൊ നമ്മള് ഇൻഡെക്സ് വൈസ് ആയിട്ടാണ് നമ്മൾ ആഡായി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സോ നെക്സ്റ്റ് നമുക്ക് മാപ്പ് എന്താണെന്ന് ചെക്ക് ചെയ്യാം. മാപ്പിൽ ഒരു കീ വാല്യൂ പെയർ ആയിട്ടായിരിക്കും വരുന്നത്. സോ നമ്മളിപ്പോൾ ഇൻഡെക്സ് വെച്ച് ആക്സസ് ചെയ്ത പോലെ തന്നെ ആ കീ വെച്ച് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നെക്സ്റ്റ് നമ്മളൊരു മാപ്പ് ഡിക്ലെയർ ചെയ്യുന്നതിന് മുന്നേ സെയിം പോലെ അതിൻ്റെ ടൈപ്പ് മാപ്പാണ് നമ്മൾ വരുന്നത്. ആ മാപ്പിൽ എന്തൊക്കെ ടൈപ്പ് വാല്യൂസ് വരുന്നുണ്ട്. സോ അതിൻ്റെ കീ എന്ന് പറയുന്നത് നമ്മളൊരു സ്ട്രിങ്ങിൽ കൊടുക്കാം. സോ സ്ട്രിങ് വാല്യൂ നമുക്ക് ഇൻറ്റീജറിലും കൊടുക്കാം. ഓക്കെ, സോ നമുക്ക് ഒരു സ്കോർസ് സ്റ്റോർ ചെയ്യണം. ഒരു യൂസറിന്റെ സ്കോർസ്, ലിസ്റ്റ് ഓഫ് യൂസേഴ്സ് കാണും. ആ ഓരോ യൂസറിന് ഓരോ സ്കോർസ് നമ്മൾ അസൈൻ ചെയ്യണം. ലിസ്റ്റിൽ നമുക്ക് രണ്ട് ലിസ്റ്റ് ആയിട്ട് കൊടുക്കേണ്ട വന്നേനെ. ഒരു സ്ട്രിങ്ങിൽ നെയിംസും നെക്സ്റ്റ് ഇൻറ്റീജറിൽ സ്കോർസും. ഓക്കെ, അത് കുറച്ചുകൂടെ മാനേജ് ചെയ്യാൻ പാടാണ്. സോ നമുക്ക് എളുപ്പത്തിൽ ഇതിൽ കൊടുക്കാൻ പറ്റും. സോ നമ്മൾ ലിസ്റ്റിൽ സ്ക്വയർ ബ്രാക്കറ്റ്സ് ആയിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ മാപ്പ് യൂസ് ചെയ്യുമ്പോൾ കേളി ബ്രേസസ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ സെമികോളൻ നെക്സ്റ്റ്. സോ ലിസ്റ്റ് ആണ് കീ വരുന്നത്. ഒരു കീ വാല്യൂ പെയർ ആയിട്ടായിരിക്കും നമ്മുടെ മാപ്പ് വരുന്നത്. സോ നമ്മുടെ കീയിൽ നെയിംസ് കൊടുക്കാം. ഓക്കെ, ജെമി. നെക്സ്റ്റ് വാല്യൂ ഇൻറ്റീജർ ആണ്, സ്കോർസ് ആണ് വരുന്നത്. സോ 80. നെക്സ്റ്റ് നെഡ് ഒരു 70. ഓക്കെ, സോ നമുക്കിപ്പോൾ ഇതൊന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ ജെമി നെഡിന്റെ സ്കോർസ് ഇവിടെ പ്രിന്റ് ആയിട്ടുണ്ട്. നമുക്കിപ്പോൾ ഓരോരുത്തരുടെ സെപ്പറേറ്റ് പ്രിന്റ് ആക്കണം. ഓക്കെ, ഇപ്പൊ എനിക്ക് ജെമിയുടെ സ്കോർ എത്രയാണെന്ന് അറിയണം. അപ്പോ സെയിം പോലെ തന്നെ നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റിൽ നമ്മൾ ആ കീ, എന്ത് കീ ആണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. സോ ലെഫ്റ്റ് സൈഡ് നമ്മൾ കീ എന്നും പറയും, റൈറ്റ് സൈഡ് വാല്യൂ ആയിരിക്കും അതിൻ്റെ. ഒരു മാപ്പിൽ ലെഫ്റ്റ് സൈഡ് കീയും റൈറ്റ് സൈഡ് വാല്യൂവും. സോ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ കീ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ ജെമിയുടെ സ്കോർ ഇവിടെ പ്രിന്റ് ആവണം. ഓക്കെ, 80. എനിക്ക് ജെമിയുടെ സ്കോർ ഇവിടെ പ്രിന്റ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് എനിക്ക് നെഡിന്റെ സ്കോർ അറിയണം. സോ ഓക്കെ, 17 പ്രിന്റ് ആയിട്ടുണ്ട്. എനിക്ക് ഇപ്പോൾ ജെമിയുടെ സ്കോർ ഡിക്രീസോ ഇൻക്രീസോ ചെയ്യണം. സോ നമുക്കിപ്പോൾ അത് അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ആ വേരിയബിൾ കോൾ ചെയ്തിട്ട് ഏത് കീ ആണോ അപ്ഡേറ്റ് ചെയ്യേണ്ടത് ആ കീ നമ്മൾ കീയുടെ നെയിം ഇവിടെ കൊടുത്തിട്ട് ഈക്വൽ ടു അതിൻ്റെ വാല്യൂ നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കുക. ഓക്കെ, എനിക്കിപ്പോൾ ജെമിക്ക് 90 ആണ് കൊടുക്കേണ്ടത്. സോ ഞാനിവിടെ ജെമിയുടെ സ്കോർ ഇപ്പോൾ പ്രിന്റ് ചെയ്താൽ എനിക്ക് 90 എന്നായിരിക്കും വരുന്നത്. ഓക്കെ, സോ നമ്മൾ ഇവിടെ ജെമിയുടെ സ്കോർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ആ കീ യൂസ് ചെയ്തിട്ട്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നെഡിന്റെ നമുക്ക് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാം. സോ നെഡിന്റെ ഞാൻ ഡിക്രീസ് ചെയ്യാണ്. കുറച്ചുകൂടെ അണ്ടർസ്റ്റാൻഡിങ്ങിന് നമുക്ക് കീയും പ്രിന്റ് ചെയ്യാം ഇവിടെ. ഓക്കെ,
നമുക്കിപ്പോൾ ആ കീയും പ്രിന്റ് ചെയ്യിച്ച് നോക്കാം. സോ keys ഡോട്ട് ജെമിയുടെ ഇടാം. സോ ഫസ്റ്റ് ജെമിയുടെ പ്രിന്റ് ആയിട്ടുണ്ട്. ലാസ്റ്റ് കൊടുത്ത് നമുക്ക് നെഡിന്റെ പ്രിന്റ് ആക്കി നോക്കാം. ഓക്കെ, നെഡിന്റെ പ്രിന്റ് ആയിട്ടുണ്ട്. സോ നമുക്കിത് രണ്ടും ഒരുമിച്ച് പ്രിന്റ് ആക്കണമെങ്കിൽ ജസ്റ്റ് ഒരു ഫോർ ഈച്ചിൽ കൊടുത്തിട്ട് ഫോർ ഈച്ച് സെയിം ലൈക്ക് ഫോർ ലൂപ്പ്. സോ ഫോർ ഓപ്പൺ ബ്രാക്കറ്റ് ക്ലോസ് ബ്രാക്കറ്റ്, അതിനുള്ളിൽ വീണ്ടും ഒരു ഓപ്പൺ ബ്രാക്കറ്റ് ക്ലോസ് ബ്രാക്കറ്റിനുള്ളിൽ കീ വാല്യൂ നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ട് ഇവിടെ ലൂപ്പ് ചെയ്ത് പ്രിന്റ് ചെയ്യിക്കാൻ പോവാണ്. ഓക്കെ, സോ ഫോർ ഈച്ച് ഈ മാപ്പ് എടുത്തിട്ട് ഇതിൽ നമ്മൾ എത്രത്തോളം വാല്യൂസ് കൊടുത്തിട്ടുണ്ടോ ആ ഓരോ വാല്യൂസിലും ലൂപ്പ് ചെയ്ത് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് തരും. സോ നമുക്കിവിടെ പ്രിന്റ് ചെയ്യിച്ചു കൊടുക്കാം. കീ ആൻഡ് വാല്യൂ. ഓക്കെ, ഇപ്പൊ നമുക്ക് രണ്ടും പ്രിന്റ് ആയിട്ടുണ്ട് നമ്മൾ ഈ ഫോർ ഈച്ച് കൊടുത്തത് കൊണ്ട്. ഓക്കെ, സോ ഇപ്പോ എനിക്ക് ഒരു കീ റിമൂവ് ചെയ്ത് കളയണം ഇവിടുന്ന്. ഓക്കെ, സോ ഞാൻ നെഡിനെ റിമൂവ് ചെയ്യാണ്. സോ നമ്മൾ സെയിം ചെയ്ത പോലെ തന്നെ റിമൂവ് ഏത് കീ ആണോ റിമൂവ് ചെയ്യേണ്ടത് ആ കീ നമ്മൾ ആഡ് ആക്കി കൊടുക്കണം. സോ ഇപ്പൊ റൺ ചെയ്താൽ നമ്മുടെ ഫോർ ഈച്ചിനുള്ളിൽ ജസ്റ്റ് ആ ജെമി മാത്രമേ ഉള്ളൂ, നെഡ് പ്രിന്റ് ആയിട്ടില്ല. ഓക്കെ, സോ ഇതാണ് നമ്മുടെ മാപ്പിലെ ഓപ്പറേഷൻസ് വരുന്നത്. ഓക്കെ,